എല്ലാവർക്കും അമ്മാസ് മലയാളി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വെള്ളരിക്കയും തക്കാളിയും കൂടെ നല്ലൊരു ഒഴിച്ചുകറി ഉണ്ടാക്കിയാലോ. നമ്മൾ വെള്ളരിക്കയും മാങ്ങയും കൂടെ തന്നെ കറി വയ്ക്കുകയല്ലേ, അതുപോലെ തന്നെ നമ്മൾ വെള്ളരിക്കയും തക്കാളി ഒരു 3 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതാ ഒരു മുരിങ്ങക്കായും ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും കൂടിയാണ് ഞാൻ ഇന്നൊരു ഒഴിച്ചുകറി ഉണ്ടാക്കുന്നത്. നല്ല സുന്ദര ടേസ്റ്റോട് കൂടിയ ഒരു കറിയാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്കിടാം. ഒരു വെള്ളരിക്കയുടെ ഒരു 1/4 ഭാഗത്തിൻ്റെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ഒരു തക്കാളിയാണിത്, അധികം എടുത്തിട്ടില്ല. ഒരു മുരിങ്ങക്ക, ഒരു ചെറിയൊരു മുരിങ്ങക്കായ കണ്ടോ, ഒരു 4 പച്ചമുളകുണ്ട്, ഒരു 2 തണ്ട് കറിവേപ്പില. ഇനി ഇതിലേക്ക് നമുക്കിതിനാവശ്യമുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം. ഞാനിതിന് ഒരു 3/4 സ്പൂണ് ഉപ്പിട്ട് കൊടുക്കുന്നു, ഒരു 1/2 സ്പൂണ് മുളക് പൊടി, ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതധികം വേവില്ലാത്തതാണ് എല്ലാ സാധനങ്ങളും, അതുകൊണ്ട് തന്നെ 1 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്ത് ഇനി ഇത് വെന്ത് വരുന്ന സമയത്തിലേക്ക് ഞാൻ ഒരു സാധനം കൂടെ ഒരു മാങ്ങയുടെ 2 പൂളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ഈ കഷ്ണമൊക്കെ ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഇടുമ്പോൾ വെള്ളരിക്ക വേവാൻ വിഷമമാണ്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി അതിനുള്ള അരപ്പ് ഒരു അരമുറി തേങ്ങായ, ഒരു 3 ചുവന്നുള്ളി, വെളുത്തുള്ളി, ജീരകം, പിന്നെ അതിൻ്റെ കൂടെ അരയ്ക്കുന്ന ഒരു സാധനമാണ് കശുവണ്ടിപ്പരിപ്പ്. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കശുവണ്ടിപ്പരിപ്പും കൂടെ അരച്ച് ഈ ഒഴിച്ചുകറി ഉണ്ടാക്കിയ ഞാനെല്ലാം കൂടി നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. നോക്കാം നമ്മുടെ അടുപ്പത്തിരിക്കുന്ന കഷ്ണം വെന്തോന്ന്. ഒരു വെള്ളരിക്ക കഷ്ണം എടുത്ത് നോക്കുമ്പോൾ അറിയാം, ഞെക്കി നോക്കുമ്പോൾ അത് വെന്തെങ്കിൽ നമുക്കറിയാമല്ലോ. നന്നായിട്ടും വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ സമയത്താണ് ഞാൻ മാങ്ങ ഇട്ട് കൊടുക്കുന്നത്. അത് ഞാൻ ഞുറുക്കിയെടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചാൽ മതി, പെട്ടെന്ന് തന്നെ മാങ്ങ വെന്ത് കിട്ടും. 2 മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് നോക്കാം. ഇത് കണ്ടോ, എല്ലാം വെന്ത് പാകത്തിന് ഇരിപ്പുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാൻ മേലെ ഇത് കണ്ടോ, എല്ലാ കഷ്ണങ്ങളും വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പിട്ട് കൊടുക്കാം. ഇപ്പം നല്ല കുറുകിയ ഗ്രേവിയാണ്, അപ്പം നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. കണ്ടോ, നല്ല തിക്കായിട്ടല്ലേ ഇരിക്കുന്നതെന്ന്. അതുകൊണ്ട് ആ മിക്സിയുടെ ജാർ കഴുകി ഞാനൊരു കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുകയാണ്. കുറച്ച് കുറുകിയിരിക്കുന്ന ഗ്രേവിയാണ് എനിക്കിഷ്ടം, അതുകൊണ്ട് ഞാൻ അധികം വെള്ളം ഞാൻ ഒഴിച്ച് കൊടുക്കുന്നില്ല. ഞാൻ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ഇത് ലൂസാക്കുകയോ തിക്കാക്കുകയോ ഒക്കെ ചെയ്യാം. ഇപ്പോൾ ഇത്രയും പാകത്തിനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കണ്ടോ, അങ്ങനെ നമ്മുടെ കറി അരപ്പൊക്കെ ചേർത്ത് കഴിഞ്ഞു. ഇനി അതൊന്ന് തിളയ്ക്കണം. തിളയ്ക്കാനെന്ന് പറഞ്ഞാൽ ഇത് തിളച്ചങ്ങ് മറിയണ്ട, അങ്ങ് തിളച്ച് പതഞ്ഞ് പൊങ്ങി വരുന്ന സമയം വരെ ആകുമ്പോൾ നമുക്കെടുക്കാം. ഞാനൊന്ന് മൂടി വെച്ച് നോക്കാം തിളച്ചോന്ന്. കണ്ടോ, ഇത്രയും തിളച്ചാൽ മതി. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ കറിയൊക്കെ വെന്തിപ്പം റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, നല്ല കുറുകിയ ഗ്രേവിയോട് കൂടിയ നല്ലൊരു സുന്ദരമായ കറിയാണ്. ഇനി ഇതിന് നമുക്ക് താളിച്ചൊഴിക്കാം. ഞാനൊരു ചീനിച്ചട്ടി അടുപ്പ് വെച്ച് ഇതിലേക്ക് ഒരു 1.5 സ്പൂൺ എണ്ണ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. ഞാൻ എണ്ണ ചൂടായപ്പോൾ ഒരു 1/2 സ്പൂണ് കടുകിട്ട് പൊട്ടിക്കുന്നു. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ അതുപോലെ തന്നെ ഒരു 1/2 സ്പൂണ് ഉലുവയും കൂടെ ഇടുകയാണ്. ഉലുവയൊന്ന് മൂത്ത് വന്നു കഴിയുമ്പോൾ കുറച്ച് ചെറിയ ഉള്ളി ഞാൻ വട്ടത്തെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 4-5 ഉള്ളിയുണ്ട്, അതരിഞ്ഞതും കൂടെ ഇട്ട് ഈ ഉള്ളി ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വന്ന് ഒരു ബ്രൗൺ കളറാകുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല സുന്ദര ടേസ്റ്റാണ് ഈ കറി ഇങ്ങനെ വെച്ചാൽ. ഞാനൊരു 3 വറ്റൽമുളകും കൂടെ മുറിച്ച് ഇട്ട് കൊടുത്തു. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഞാൻ മുളകൊന്ന് മൂക്കുന്ന പാകമാകുമ്പോൾ നമുക്ക് കറിക്കകത്തേക്ക് എടുത്തൊഴിക്കാം. നമ്മുടെ വറവൽ ശരിയായിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ കറിക്കകത്തോട്ട് ഒഴിച്ചു കൊടുത്ത് കഴിയുമ്പോഴത്തേന് നമ്മുടെ കറി റെഡിയായി കഴിഞ്ഞാൽ സുന്ദരമായ ടേസ്റ്റോട് കൂടിയ ഒരു
വെള്ളരിക്ക തക്കാളി കറിയാണിത്. കണ്ടോ, ഇനി ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ചോറുണ്ണാൻ ഈ ഒരു കറി മാത്രം മതി. കണ്ടോ, നല്ല സുന്ദരമായ കറിയാണ്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമുക്ക് വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.